ക്ലിയോപാട്രയുടെ ജീവിതകഥ വിവരിക്കുന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. സീസർ അലക്സാണ്ട്രിയയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് റോമിലേക്ക് പോവുകയാണ്. ഒപ്പം ഒരു തടവ് പുള്ളിയായിട്ട് ആർസ്നോയുമുണ്ട്, ക്ലിയോപാട്രയുടെ അനിയത്തി. അവളെ റോമിൽ കൊണ്ടുപോയി രാജ്യദ്രോഹ കുറ്റത്തിന് കൊല്ലുക എന്നതാണ് അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം. അങ്ങനെ ചെയ്യാമെന്ന് ക്ലിയോപാട്രയ്ക്ക് അയാൾ വാക്ക് കൊടുത്തിട്ടുമുണ്ട്. ഈ സമയത്ത് ക്ലിയോപാട്ര പ്രഗ്നൻ്റ് ആണ്. പ്രസവിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ സീസർ അവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ആഴ്ചകൾ അധികം കഴിഞ്ഞില്ല, ക്ലിയോപാട്ര പ്രസവിക്കുക തന്നെ ചെയ്തു. ആ കാലഘട്ടത്തിൽ പ്രസവം എന്ന് പറയുന്നത് ശരിക്കും മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലമാണ്. അതിലൂടെ സഞ്ചരിച്ച് അങ്ങേ കര എത്തിച്ചേർന്നവർ വളരെ വിരളമാണ്. കാരണം മെഡിക്കൽ സയൻസ് അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ലാത്ത ഒരു പ്രാചീന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ധാരാളമായി സ്ത്രീകൾ പ്രസവത്തിനിടയിൽ മരിച്ചു പോകാറുണ്ട്, കുഞ്ഞുങ്ങളും മരണപ്പെടുമായിരുന്നു. പക്ഷേ ക്ലിയോപാട്രയെ സംബന്ധിച്ചിടത്തോളം ഇത് ശക്തി സംഭരിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. പ്രസവിക്കാൻ പോകുന്നത് സീസറിൻ്റെ കുഞ്ഞിനെയാണ്. അതൊരു ആൺകുഞ്ഞാണെങ്കിലോ ആൺകുഞ്ഞ് തന്നെ ആയിരിക്കണമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആൺകുഞ്ഞാണെങ്കിൽ റോമ സാമ്രാജ്യം പോലും ഭരിക്കാൻ ആ കുഞ്ഞിന് സാധ്യമാകുന്നതാണ്. ക്ലിയോപാട്രയ്ക്ക് ഒരു രാജ്ഞിയായിട്ട് നാട് ഭരിക്കാൻ ഈജിപ്തിൽ അവസരമുണ്ട്. ഇതൊരു പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനും ഈജിപ്റ്റ് ഭരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ റോമിൽ അപ്രകാരമല്ല. അവിടെ രാജ്യം ഭരിക്കാനുള്ള അവസരം ആണുങ്ങൾക്ക് മാത്രമാണ് ലഭ്യമാവുക. ഇത് വ്യക്തമായിട്ട് തന്നെ ക്ലിയോപാട്രയ്ക്ക് അറിയാമായിരുന്നു. എന്തായാലും അവൾക്ക് വലിയ ആശ്വാസമായി ഒരു ആൺകുഞ്ഞ് തന്നെയാണ് അവൾക്ക് പിറന്നത്. ആ പിറന്ന കുഞ്ഞിന് സിസേറിയൻ എന്ന ഒരു പേരും അവൾ കൊടുത്തു. സിസേറിയൻ്റെ അർത്ഥം കുഞ്ഞ് സീസർ അല്ലെങ്കിൽ ലിറ്റിൽ സീസർ എന്നാണ്. സീസറിനെ ബോധ്യപ്പെടുത്തുക ഇത് സീസറിൻ്റെ കുഞ്ഞാണെന്ന്. സീസറിൻ്റെ കുഞ്ഞാണെന്ന് സീസറിന് തന്നെ അറിയാം. പക്ഷേ ആ പേരിൽ തന്നെ സീസറിൻ്റെ കുഞ്ഞാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ സീസർ കുഞ്ഞിനെ അംഗീകരിക്കുകയും അയാളുടെ വിൽപത്രത്തിൽ അടുത്ത രാജാവായിട്ട് സീസറിൻ്റെ കുഞ്ഞായ സിസേറിയനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതാണ്. അതുതന്നെയാണ് ക്ലിയോപാട്രയുടെ ആവശ്യവും. പക്ഷേ ഈ സമയത്ത് റോമിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സീസർ നാളുകൾക്ക് ശേഷം അവിടെ തിരികെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം അവിടുത്തെ രാജാവായിട്ടാണ് തിരികെ എത്തിയിരിക്കുന്നത്. പോംബെയെ തോൽപ്പിച്ചിരിക്കുന്നു. അതിനു പുറമെ അലക്സാണ്ട്രിയയിൽ നടന്ന അലക്സാണ്ട്രിയൻ വാറിൽ പോലും അയാൾക്ക് ജയിക്കാൻ സാധ്യമായിരിക്കുന്നു. ആ യുദ്ധത്തിൽ സീസർ തോറ്റിരുന്നെങ്കിൽ അത് റോമിൻ്റെ തന്നെ ഒരു പരാജയമായിട്ട് മാറിയേനെ. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ഈജിപ്തിൽ നിന്നും പണം റോമിൽ ലഭ്യമാകുന്നുണ്ട്. ഈ യുദ്ധത്തിൽ സീസർ തോറ്റിരുന്നുവെങ്കിൽ ആ പണം പിന്നീട് ലഭ്യമാകാതെയാകും. അത് സാധാരണക്കാരായിട്ടുള്ള റോമക്കാരെയാണ് ഏറ്റവും കൂടുതലും ബാധിക്കുക. കാരണം ഈജിപ്തിൽ നിന്നും ഇങ്ങനെ പണം ലഭ്യമാകുന്നില്ലെങ്കിൽ അവർ അധികമായിട്ട് കരമടക്കേണ്ടി വരുന്നതാണ്. അതിൽ നിന്നും ഒഴിവായിരിക്കുകയാണ് ഈജിപ്റ്റ് അവരുടെ സാമന്ത രാജ്യമായിട്ട് തന്നെ തുടരുന്നതാണ്. പക്ഷേ ആ സ്വീകരണങ്ങൾക്കൊക്കെ ശേഷം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു വിചാരണ നടക്കുന്നുണ്ടായിരുന്നു അരിസ്റ്റോയുടെ. പക്ഷേ അരിസ്റ്റോയ്ക്ക് ആ സമയത്ത് പ്രായപൂർത്തി ആയിട്ടില്ലായിരുന്നു. അതൊരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു. ഏകദേശം ഒരു 16-17 വയസ്സ് മാത്രമേ അപ്പോൾ അവൾക്ക് പ്രായമുള്ളൂ. 17 വയസ്സുകാരിയെ തൂക്കിക്കൊല്ലാനാണ് സീസർ വിധിച്ചത്. പക്ഷേ ആളുകൾ അതിൽ ഇടപെടുകയുണ്ടായി. ഈജിപ്റ്റ് പോലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള മൊണാർക്കി അല്ല ഈ റോമിലുള്ളത്. റോമിൽ ഒരു സെമി ഡെമോക്രസിയാണ് നടക്കുന്നത്. അവിടെ സെനറ്റ് ഉണ്ട്. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് സെനറ്റിൽ അടങ്ങിയിരിക്കുന്നത്. അവർക്ക് മുകളിലായിട്ടാണ് രാജാവായിട്ടുള്ള സീസർ വരുന്നത്. സീസറിനും പൂർണ്ണമായിട്ടുള്ള അധികാരമൊന്നുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തനായിട്ടുള്ള മറ്റൊരാൾക്ക് ഈ അധികാരസ്ഥാനം കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷേ ഈജിപ്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ജനങ്ങൾ എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ നടത്തുകയാണെങ്കിൽ അത് അടിച്ചൊതുക്കാൻ രാജാവിന് സാധിക്കുന്നതാണ്. അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അടിമകളെപ്പോലെയാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. റോമിൽ ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പദവി ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടസ്റ്റുകൾ കൂടി രാജാവ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസറിന് ക്ലിയോപാട്രയ്ക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ സാധ്യമാകുന്നില്ല.
അവളെ മറ്റൊരു സ്ഥലത്തേക്ക് നാട് കടത്തുകയാണ്. ഇന്നത്തെ തുർക്കിയിലെ എപ്പിസസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവളെ അയച്ചത്. അവിടെ ഫ്രീ ആയിട്ട് കഴിയാനല്ല അവളെ അയച്ചത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജയിലിൽ ഒരു തടവ് പുള്ളിയായിട്ട് തന്നെയാണ് അവളെ അയച്ചത്. സീസറിന് പക്ഷേ ഈ വിവരം ക്ലിയോപാട്രയെ അറിയിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. പക്ഷേ ഇത് സീസർ പറഞ്ഞില്ലെങ്കിലും ക്ലിയോപാട്ര അറിയുന്നതാണ്. കാരണം ഈജിപ്തിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് പ്രദേശങ്ങളിലൊക്കെ നിരവധി ചാരന്മാർ ഈജിപ്തിനുണ്ടായിരുന്നു. ആ ചാരന്മാർ വഴി അഡ്വൈസറിലൂടെ ഈ ക്ലിയോപാട്ര ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയം തന്നെയാണ് ഉണ്ടായത്. ആരിസ്നോയി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാവുന്നതാണ്. കാരണം ആരിസ്നോയ്ക്ക് വലിയ രീതിയിലുള്ള വൈരാഗ്യം ക്ലിയോപാട്രയോടുണ്ട്. ഈജിപ്തിൻ്റെ ഭരണം ഏറ്റെടുക്കാനുള്ള വലിയൊരു അധിനിവേശവും ആരിസ്നോയ്ക്കുള്ളതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടം പോലെയല്ല ആ കാലഘട്ടത്തിലെ രാജ്യങ്ങളും ടെറിട്ടറികളും. എപ്പോൾ വേണമെങ്കിലും ശത്രു രാജ്യത്തിന് ആ രാജ്യത്തെ ആക്രമിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ റോമൻ സാമ്രാജ്യത്തെ ആരും ആക്രമിച്ചില്ലെങ്കിൽ പോലും, അവിടെ സീസർ ഭരണം തുടർന്ന് പോവുകയാണെങ്കിൽ പോലും, ഈ പറയുന്ന തുർക്കിയിലേക്ക് ആരെങ്കിലും ആക്രമിച്ചു വരികയാണെങ്കിൽ അവിടെ തടവിലുള്ള തടവ് പുള്ളികളെ തീർച്ചയായിട്ടും ഫ്രീ ആക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആരിസ്നോയി ആദ്യം വരുന്നത് ഈജിപ്തിലേക്കായിരിക്കും. ഒരുപക്ഷെ ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ പോലും അവൾക്ക് സാധ്യമാകുന്നതുമാണ്. അങ്ങനെ വെറുതെ ഈജിപ്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ക്ലിയോപാട്രയ്ക്ക് വ്യക്തമായി. തൻ്റെ ആ കുഞ്ഞ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനെ സീസറിൻ്റെ അരികിലെത്തിക്കണം. ഇത് സീസറിൻ്റെ കുഞ്ഞാണെന്ന് അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹത്തിന് ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അവർ തമ്മിൽ കത്തിടപാടുകൾ നടക്കുന്നുമുണ്ട്. പക്ഷേ സീസർ ഈ കുഞ്ഞിനെ ഉയർത്തി കാണിക്കേണ്ടതാണ്. കുറഞ്ഞപക്ഷം സെനറ്റിലെങ്കിലും ഇത് കാണിക്കേണ്ടതാണ്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇങ്ങനെ കത്തുകൾ അയച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. നേരിട്ട് അവിടേക്ക് തന്നെ പോകണം. ഇപ്പോൾ ഈജിപ്റ്റ് സുരക്ഷിതമാണ്. ആരിസ്നോയിൽ തടവിലാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ ഇവിടേക്ക് പെട്ടെന്ന് ആക്രമിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല. ആ ഉറപ്പിൽ ക്ലിയോപാട്രയും അഡ്വൈസേഴ്സും ടോളമി 14 സിസേറിയനും റോമിലേക്ക് യാത്ര തിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ സമുദ്രവും താണ്ടി അവർ റോമിൽ എത്തിച്ചേർന്നു. റോമാ ചക്രവർത്തിയായ സീസറിനെ നേരിൽ കാണണം, അദ്ദേഹത്തോട് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ കുഞ്ഞായ സിസേറിയനുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഈജിപ്തിലെ ഫറോ ആയ ക്ലിയോപാട്രയാണ്. ഈ കാര്യങ്ങൾ രാജാവിനെ അറിയിക്കാൻ വേണ്ടി സൈനികരോട് ക്ലിയോപാട്ര പറയുന്നുണ്ട്. പക്ഷേ സൈനികരിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല ക്ലിയോപാട്രയ്ക്ക് ലഭ്യമാകുന്നത്. ക്ലിയോപാട്ര പ്രതീക്ഷിച്ചത് ഇത് കേൾക്കുമ്പോൾ അവരെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കുമെന്നും വിശ്രമിക്കാനുള്ള അറ തുറന്നു തരുമെന്നും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള നടപടികളൊന്നും ഈ സൈനികരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് രാജാവിനെ അറിയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. കുറേയധികം മണിക്കൂറുകളോളം ഇവർക്ക് വെളിയിൽ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. ഓരോ സമയം കഴിയും തോറും ക്ലിയോപാട്രയുടെ നെഞ്ചിൽ തീയാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ സീസറിന് എന്നെ അറിയില്ല എന്ന് പറയുമോ? എൻ്റെ കുഞ്ഞിനെ അറിയില്ല എന്ന് പറയുമോ? ഇത് സീസറിൻ്റെ കുഞ്ഞല്ല എന്ന് പോലും പറയുമോ? അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു വ്യക്തി നടന്നു വരുന്നതായിട്ട് ക്ലിയോപാട്രയ്ക്ക് കാണാൻ സാധിച്ചു. അകലെയാണെങ്കിൽ പോലും ആ വ്യക്തി വ്യക്തമായിട്ട് ആരാണെന്ന് മനസ്സിലാക്കാനും അവൾക്ക് സാധ്യമായി. അത് ഈ രാജ്യം ഭരിക്കുന്ന, ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ലോകം മുഴുവനും പേര് കേട്ടിട്ടുള്ള സാക്ഷാൽ സീസറാണ്. തൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണ്. അയാൾ പൗരുഷത്തോടു കൂടി തന്നെ നടന്ന് അവളുടെ അരികിലെത്തി അവളെ സൂക്ഷിച്ചു നോക്കി. അല്പം ഗാംഭീര്യത്തോടു കൂടിയുള്ള ഒരു നോട്ടമായിരുന്നു. ആ നോട്ടം അവളിൽ ഉള്ള ഭയം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പതിയെ ആ നോട്ടം അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്ക് പതിയുകയുണ്ടായി. അയാൾ മന്ദമായി ആ കുഞ്ഞിനെ അയാളുടെ കൈകളിലെടുത്തു. ചിരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അയാൾ നോക്കിയത്. ആ ചിരി കണ്ടപ്പോൾ ക്ലിയോപാട്രയ്ക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഉണ്ടായത്. അവരെ 2 കൈയും നീട്ടി സീസർ സ്വീകരിക്കുകയായിരുന്നു. അവർക്ക് താമസിക്കാനായിട്ട് ജനിക്കുളം ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ വില്ലയാണ് തുറന്നു കൊടുത്തത്. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. സീസറിന് ഒരു റോമൻ ഭാര്യയുണ്ട്. കൽപൂർണി എന്നാണ് അവരുടെ പേര്. റോമിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരു പുരുഷന് ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈജിപ്തിൽ അത് സാധ്യമാണ്, പക്ഷേ ഇവിടെ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭാര്യയെപ്പോലുള്ള മറ്റൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ അത് അംഗീകരിക്കുന്നതല്ല. പക്ഷേ സീസർ രാജാവാണ്, താൽക്കാലികമാണെങ്കിൽ പോലും ഒരു ഡിക്റ്റേറ്ററാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും അവിടെ സൃഷ്ടിക്കുന്നുമില്ല.
പക്ഷേ സെനറ്റിൽ വലിയ രീതിയിലുള്ള അപ്രീതി ഇത് സൃഷ്ടിക്കുന്നുമുണ്ട്. ഒന്നാമത് സെനറ്റിലുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള വൈരാഗ്യമാണ് സീസറിനോടുള്ളത്. എന്നാൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്നേഹം സീസറിനോടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തത്. ഗാർഡൻ വില്ലയിൽ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ക്ലിയോപാട്രയ്ക്കും സംഘത്തിനും ഉണ്ടായിരുന്നത്. സീസർ മിക്ക സമയങ്ങളിലും അവിടെ തന്നെ ആയിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹം തൻ്റെ കുഞ്ഞായ സിസേറിയനോടൊപ്പം തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയ ക്ലിയോപാട്ര ഒരു നിർദ്ദേശം തമാശ രൂപേണ സീസറിനോട് പറയുന്നുണ്ട്. സിസേറിയനെ ഇവിടെ മാത്രം സ്നേഹിച്ചാൽ മതിയാവുകയില്ലല്ലോ, അവനെ സെനറ്റിലേക്ക് കൂടെ കൊണ്ടുപോവുക. അവിടെയുള്ളവർക്ക് ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് എനിക്ക് ഈജിപ്തിലെ ഫറവോയിലുണ്ടായ ഒരു ആൺകുഞ്ഞാണ്. ഭാവിയിൽ ഒരുപക്ഷെ ഈ റോമൻ സാമ്രാജ്യം ഭരിക്കാൻ പോകുന്നത് ഇവനായിരിക്കുമെന്നൊക്കെ. സീസർ അത് തമാശ രൂപേണ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ തമാശ രൂപേണയുള്ള സംഭാഷണങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നതായിട്ടും നമുക്കവിടെ കാണാൻ സാധിക്കും. കാരണം ക്ലിയോപാട്ര അവിടെ പുതിയൊരു വിഷയം കൂടി എടുത്തിടുന്നുണ്ട്. ആർസിനോയി. എനിക്ക് വാക്ക് തന്നതാണ് ആർസിനോയിയെ വകവരുത്താമെന്ന്. പക്ഷേ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? സീസർ ആ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് അലോസരപ്പെടുന്നുണ്ട്. പിന്നീട് അയാൾ മറുപടിയായിട്ട് പറയുന്നുമുണ്ട്, വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭമാണ് ഇവിടെ നടന്നത്. ഇത് ഈജിപ്റ്റ് പോലുള്ള ഒരു രാജ്യമല്ല, ഇവിടെ ജനാധിപത്യമാണ്. ജനങ്ങളുടെ വാക്കുകൾ അത് നമ്മൾ കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കൊല്ലാൻ സാധ്യമായില്ല. അവൾ 18 തികയാത്ത ഒരു കുട്ടിയായിട്ടാണ് ആളുകൾ കരുതി പോരുന്നത്. പക്ഷേ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ് അരിസ്നോയിയെ കൊല്ലാമെന്ന്. ആ വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് സാധ്യമായില്ല. സീസർ അരിശത്തോടു കൂടി തന്നെയാണ് അതിന് മറുപടി കൊടുത്തത്. ക്ലിയോപാട്രയ്ക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനുപരിയായിട്ട് ഞാൻ റോമൻ ചക്രവർത്തിയാണ്. ഇത് ഈജിപ്റ്റ് പോലുള്ള ഒരു രാജ്യമല്ല, ഇവിടെ ജനാധിപത്യമാണ് ഉള്ളത്. നമുക്ക് ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല. ന്യായമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് റോമൻ ചക്രവർത്തിയുടെ ദൗത്യം തന്നെയാണ്. അവർ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. കാരണം അരിസ്നോയ്ക്ക് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവളെ കൊല്ലാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നാട് കടത്തിയത്. ഇങ്ങനെയുള്ള ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായെങ്കിലും തുടർന്നുള്ള അവിടുത്തെ ജീവിതം സുഖകരമായിട്ടുള്ള ജീവിതം തന്നെ ആയിരുന്നു. അവർ സന്തോഷത്തോടു കൂടി തന്നെ ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞു പോവുകയുണ്ടായി. സിസേറിയനെ അയാൾ ഒരു മകൻ എന്ന നിലയിൽ തന്നെ ഒരുപാട് ലാളിക്കുന്നുമുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് പാർട്ടികൾ നടത്തുകയുണ്ടായി. സാധാരണഗതിയിൽ റോമിൽ നടക്കുന്ന സെനറ്റ് അംഗങ്ങളും മറ്റ് പൊളിറ്റീഷ്യനും ഒക്കെ ചേർന്ന് നടപ്പിലാക്കുന്ന ആഘോഷങ്ങൾ തന്നെയാണ്. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ക്ലിയോപാട്ര മാറുന്നുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. കാരണം റോമിൽ സ്ത്രീകൾക്കും പുരുഷനും ഒരു ഇക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. റോമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കാണ് എപ്പോഴും ഒരു മുൻതൂക്കമുള്ളത്. സ്ത്രീകൾ അത് കഴിഞ്ഞേ വരികയുള്ളൂ. അവർക്ക് ഇത്തരത്തിലുള്ള പാർട്ടികളിലൊന്നും പങ്കെടുക്കാനുള്ള ഒരു അവകാശവുമില്ല. ക്ലിയോപാട്ര ഈ പാർട്ടികളിലൊക്കെ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ പാർട്ടിയിലെ ഏറ്റവും ഗാംഭീര്യമേറിയിട്ടുള്ള ശബ്ദം അത് ക്ലിയോപാട്ര തന്നെ ആയിരുന്നു. ക്ലിയോപാട്ര ഒരുപാട് കാര്യങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സരസയായിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ക്ലിയോപാട്ര. അതുകൊണ്ട് തന്നെ എത്ര സീരിയസ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ പോലും തമാശയാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ക്ലിയോപാട്രയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും സെനറ്റിലുള്ള മിക്ക ആളുകൾക്കും ഇഷ്ടമാകുന്നില്ലായിരുന്നു. ഈ പാർട്ടികൾ സെനറ്റ് അംഗങ്ങൾക്ക് പുറമേ സീസറിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ചില അനുയായികൾ അല്ലെങ്കിൽ ജനറൽമാരും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രൂട്ടസ്. ബ്രൂട്ടസ് അറിയപ്പെടുന്നത് തന്നെ സീസറിൻ്റെ ഏഞ്ചൽ അല്ലെങ്കിൽ സീസറിൻ്റെ മാലാഖ എന്ന പേരിലാണ്. അതുപോലെ തന്നെ മാർക്ക് ആൻ്റണി എന്ന ഒരു ജനറലും ഉണ്ടായിരുന്നു. മാർക്ക് ആൻ്റണിയും സീസറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ജനറൽ തന്നെയാണ്. മാർക്ക് ആൻ്റണി ഒരു സാധാരണക്കാരനായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു സാധാരണക്കാരൻ ഇത്രയധികം ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ഒരു ജനറലായിട്ട് മാറുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ മാർക്ക് ആൻ്റണി അത്രയും മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. കൂടാതെ സീസറിന് വലിയ രീതിയിലുള്ള താല്പര്യവും മാർക്ക് ആൻ്റണിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരനായ മാർക്ക് ആൻ്റണിയെ ആ ഒരു പൊസിഷനിലേക്ക് സീസർ ഉയർത്തിക്കൊണ്ടുവന്നത്. സീസർ വലിയൊരു ഫിലോസഫറും എഴുത്തുകാരനും വായനക്കാരനും ഒക്കെ ആയിരുന്നു. വലിയ രീതിയിലുള്ള അറിവ് അയാൾക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വേദികളിലൊക്കെ അയാൾ അക്കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സീസറിനേക്കാൾ കേമിയായിരുന്നു ക്ലിയോപാട്ര.
അവൾക്ക് അയാളേക്കാൾ കൂടുതൽ ജ്ഞാനമുണ്ടായിരുന്നു, ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. അതൊക്കെ അവൾ ഈ വേദിയിൽ വിളിച്ച് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇതൊന്നും കണ്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ ഒരു സെനറ്റ് അംഗമായിട്ടുള്ള സിസേറോ ഇരിപ്പുണ്ടായിരുന്നു. സിസേറോ ലൈംഗിക ചുവയുള്ള രീതിയിൽ ക്ലിയോപാട്രയെ അവഹേളിക്കുന്ന ചില സംഭാഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഒരു തമാശ രൂപേണയാണ് അയാൾ ഇതൊക്കെ നടത്തുന്നത്. ക്ലിയോപാട്രയ്ക്ക് അത് കൊള്ളുകയും ചെയ്തു. പക്ഷേ അത് വെളിയിൽ പ്രകടിപ്പിക്കാതെ തിരിച്ച് അതേ രീതിയിൽ തന്നെ തമാശ രൂപേണയായിട്ട് പല കാര്യങ്ങളും അവൾ പറയുന്നുണ്ട്. അത് സിസേറോയ്ക്ക് നല്ല രീതിയിൽ കൊള്ളുന്നുമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. അവിടെ ശരിക്കും ഒരു വാക്പോര് തന്നെ നടക്കുന്നുണ്ട് സിസേറോയും ക്ലിയോപാട്രയും തമ്മിൽ. പക്ഷേ അവിടെയെല്ലാം വിജയിക്കുന്നത് ക്ലിയോപാട്രയാണ്. സാധാരണഗതിയിൽ സിസേറോയെ അങ്ങനെ വാക്കുകൊണ്ട് തോൽപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഇവിടെ അത് സാധ്യമായിരിക്കുകയാണ്. ഈ ചിരിയുടെയും ബഹളത്തിൻ്റെയൊക്കെ ഇടയിൽ മാർക്ക് ആൻ്റണി അത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. എല്ലാ തവണയും സിസേറോയാണ് വിജയിക്കുന്നത്. പക്ഷേ ആ സിസേറോയെ തോൽപ്പിക്കാൻ ഇപ്പോൾ ക്ലിയോപാട്രയ്ക്ക് സാധ്യമായിരിക്കുന്നുവെന്ന്. ക്ലിയോപാട്ര റോമിലെ ഭരണത്തിൽ ഇടപെടുന്നുണ്ട്. സീസർ നടപ്പിലാക്കുന്ന പല ഭരണ പരിഷ്കാരങ്ങൾക്കും പിന്നിൽ ക്ലിയോപാട്ര അവിടെ ഒരു ചാലക ശക്തിയായിട്ട് മാറുന്നുമുണ്ട്. ആദ്യമൊന്നും സീസർ ഇത് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ്, ക്ലിയോപാട്ര അതിൽ ഇടപെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്ലിയോപാട്രയുടെ പല ഐഡിയകളും വളരെ മികച്ചതാണെന്നുള്ളൊരു ധാരണ സീസറിലുണ്ടായി. അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനും അയാൾ തുടങ്ങി. ക്ലിയോപാട്രയ്ക്ക് പുസ്തകങ്ങളും വായനശാലകളുമൊക്കെ വലിയ ഹരം തന്നെയായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലൈബ്രറിയെക്കുറിച്ച് ഞാൻ ഈ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കഥ ഞാൻ ആരംഭിച്ചത് തന്നെ ആ ഒരു വായനശാലയിൽ നിന്നാണ്. അത് പിന്നീട് നടന്ന യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും കത്തിച്ചാമ്പലാവുകയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ അതേ രൂപകൽപ്പനയുള്ള മനോഹരമായിട്ടുള്ള ഒരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന് അതിയായ ആഗ്രഹം ക്ലിയോപാട്രയ്ക്കുണ്ടായിരുന്നു. അത് സീസറിനോട് പറയുകയും സീസർ അതേപടി ഒരു വായനശാല അവിടെ പണിയുകയും ചെയ്തു. ഇതിനു പുറമെ റോമാക്കാർ ഫോളോ ചെയ്തിട്ടുള്ള കലണ്ടറിൽ പോലും മാറ്റം വരുത്താൻ ക്ലിയോപാട്രയ്ക്ക് സാധ്യമാകുന്നുണ്ട്. ഈജിപ്തിനേക്കാൾ കുറെ കൂടെ ശക്തമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് റോമൻ സാമ്രാജ്യം. അവിടെ ഉള്ള ഭരണ പരിഷ്കാരങ്ങളൊക്കെ വളരെയധികം മികച്ചതുമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഈജിപ്ത് കുറച്ചുകൂടി മുൻപിലായിരുന്നു. അത് അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. ഒരുപാട് ആസ്ട്രോണമേഴ്സ് ഈജിപ്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തന ഫലമായിട്ട് അവർക്ക് നല്ലൊരു കലണ്ടർ രൂപീകരിക്കാൻ പോലും സാധ്യമായിരുന്നു. അവരുടെ കലണ്ടർ മറ്റ് രാജ്യങ്ങളുടെ കലണ്ടർ പോലെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നില്ല, മറിച്ച് അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അവരുടെ കലണ്ടറിൽ ഒരു വർഷം 12 മാസങ്ങളുണ്ടായിരുന്നു. ഓരോ മാസവും 30 ദിവസം വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം 365 ആകാനായിട്ട് 5 ദിവസത്തിൻ്റെ ഒരു കുറവുണ്ട്. ആ കുറവ് നികത്താനായിട്ട് വർഷാവസാനം അഡീഷണലായിട്ട് 5 ദിവസങ്ങളും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ സീസറിനെ ധരിപ്പിക്കുകയും സീസറിനെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു റോമൻ കലണ്ടർ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ക്ലിയോപാട്ര. ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ സീസറിൻ്റെ നിരവധി ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അത് ചരിത്ര പുസ്തകങ്ങളുടെയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ സീസറിൻ്റെ ഇത്തരത്തിലുള്ള പല ഭരണ പരിഷ്കാരങ്ങൾക്കും പിന്നിൽ ക്ലിയോപാട്ര ഒരു വലിയ ശക്തിയായി മാറുന്നുണ്ട്. ആ മാറുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോകുമ്പോഴും റോമൻ സാമ്രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ ചില മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചില റൂമറുകളൊക്കെ അവിടെ പരക്കുന്നുണ്ട്. ക്ലിയോപാട്ര തൻ്റെ സീസറിന് മേലുള്ള ശക്തി ഉപയോഗിച്ച് റോമിനെ മറ്റൊരു ഈജിപ്റ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമറും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും സീസറിൻ്റെ ചെവിയിൽ എത്തിച്ചേരുന്നില്ല. കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ക്ലിയോപാട്ര അത്ര സന്തുഷ്ടയൊന്നുമല്ല. അവർ ഈ റോമിലേക്ക് വന്നത് എന്തിനാണ്? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സിസേറിയനെ അടുത്ത രാജാവായിട്ട് ഉയർത്തി കാണിക്കുക എന്നതാണ്. പക്ഷേ അത് ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. അധിക നാൾ അവൾക്ക് മാറി നിൽക്കാനും സാധിക്കുന്നതല്ല. അപ്പുറത്തുള്ള ഈജിപ്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. ശത്രു രാജ്യങ്ങളൊന്നും ആക്രമിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. എന്നാലും അവിടെ നിന്നും അധിക നാൾ മാറി നിൽക്കാനും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് നാളത്തേക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് തൻ്റെ പരിവാരവുമായിട്ട്. വർഷം 44 BC ആണ്. റോമിൽ സീസറിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു നീക്കം സംഭവിക്കുന്നുണ്ട്. സെനറ്റിനെയും ജനങ്ങളെയും ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ അയാൾക്ക് സാധ്യമാകുന്നുണ്ട്.
റോമിൽ ഭരണസ്ഥിരതയില്ല. ഭരണം എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. സെനറ്റിലുള്ള ആളുകൾ മാറുന്നുണ്ട്, അത് കാര്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഡിക്റ്റേറ്റർ, അതായത് ആ രാജ്യം ഭരിക്കുന്ന രാജാവ് കുറേ അധികം നാൾ ഭരിച്ചു പോയാൽ മാത്രമേ കുറേ കൂടെ സസ്റ്റൈനബിളായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ശത്രു രാജ്യങ്ങളെ കുറെ കൂടെ ഭീതിപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നതുമാണ്. സീസർ നിലവിൽ നല്ല പോപ്പുലറാണ്, ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും നന്നായിട്ട് അറിയാം. അയാളൊരു യുദ്ധവീരൻ തന്നെയാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇവിടേക്ക് ആരും പട നയിച്ച് വരാനുള്ള സാധ്യതയില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സീസറിനെ ഇഷ്ടമല്ലാത്ത സെനറ്റിലുള്ള ആളുകൾക്ക് പോലും വ്യക്തമായിട്ട് അറിയാം. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീസർ ഒരു ആശയം അവതരിപ്പിക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ള ആ ഡിക്റ്റേറ്റർഷിപ്പ് ഒഴിവാക്കി ആയുഷ്കാലത്തേക്ക് സീസറിനെ രാജാവാക്കി മാറ്റുക. എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യകത വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ സീസർ ചരിത്രത്തിലെ ആദ്യത്തെ ആയുഷ്കാല ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ രാജാവായിട്ട് മാറുകയാണ്. ഈ മാറ്റം തുടക്കത്തിൽ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക റോമിലുള്ള ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഏകാധിപതിയായിട്ട് സീസർ മാറാനുള്ള സാധ്യതയുണ്ടോ? പൂർണ്ണമായിട്ടുള്ള അധികാരം അയാളിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. സെനറ്റ് പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഈജിപ്റ്റാക്കി ഇതിനെ മാറ്റുമോ? ഇത്തരത്തിലുള്ള വ്യാകുലതകളൊക്കെ സീസർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീസർ മാർക്ക് ആൻ്റണിയുമായി ചേർന്നിട്ട് ചില കുതന്ത്രങ്ങളൊക്കെ ഒരുക്കുകയാണ്. റോമിൽ വലിയ ആഘോഷത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ചില ആഘോഷങ്ങൾ തന്നെയാണ് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷം. ആ ആഘോഷങ്ങളിൽ സാധാരണഗതിയിൽ രാജാവ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരാറില്ല. രാജാവിൻ്റെ ആഘോഷം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും. സാധാരണക്കാർ അവരുടെ രീതിയിലും ആഘോഷിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ രാജാവ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരുകയാണ്. അവരോടൊപ്പം നൃത്തം വയ്ക്കാനും പാട്ട് പാടാനും മദ്യപിക്കാനും ഒക്കെ രാജാവ് മുതിരുന്നുമുണ്ട്. ഒരു സാധാരണക്കാരനെ പോലെ, രാജ്യഭരണത്തോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയെ പോലെയൊക്കെയാണ് അയാൾ അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മുൻകൂട്ടി തീരുമാനിച്ച ആ ഐഡിയ പ്രാവർത്തികമാക്കാൻ മാർക്ക് ആൻ്റണി മുന്നോട്ട് വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു ചെറിയ കിരീടമുണ്ട്. ആ ചെറിയ കിരീടം സീസറിൻ്റെ തലയിൽ വെക്കുക എന്നതാണ് അയാളുടെ ദൗത്യം. സീസർ അറിയാതെ തന്നെ സീസറിൻ്റെ തലയിൽ വെക്കുന്നു എന്ന രീതിയിൽ അയാൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഒരു തമാശ രീതിയിലൊക്കെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. സീസറിന് ഇത് മുൻകൂട്ടി അറിയാം. സീസർ പറഞ്ഞിട്ടാണ് മാർക്ക് ആൻ്റണി ശരിക്കും ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ കൊണ്ടുവെക്കുന്ന മാർക്ക് ആൻ്റണിയെ തട്ടി മാറ്റുന്നുണ്ട്. ആളുകൾ എല്ലാവരും അല്പനേരത്തേക്ക് ഒന്ന് ഭയപ്പെടുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് വീണ്ടും മാർക്ക് ആൻ്റണി അതേ കിരീടവുമായിട്ട് സീസറിൻ്റെ തലയിൽ വെക്കാനായിട്ട് വരുന്നു. ഇത്തവണ സീസർ അയാളെ തള്ളി നിലത്തിടുകയാണ് ഉണ്ടായത്. കയ്യിൽ നിന്നും കിരീടം വഴുതി താഴെ പോകുന്നുമുണ്ട്. കിരീടം വീണ്ടും എടുത്ത് ബലമായിട്ട് മാർക്ക് ആൻ്റണി സീസറിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സീസർ വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ മാർക്ക് ആൻ്റണിയെ നോക്കിയിട്ട് ആ കിരീടം തലയിൽ നിന്നും വലിച്ച് വെളിയിലേക്ക് എറിയുന്നുമുണ്ട്. ഇത് കണ്ടപ്പോൾ ജനങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ സീസറിന് ചുറ്റുമായിട്ട് നിന്ന് നൃത്തം വയ്ക്കുകയാണ് ഉണ്ടായത്. പലരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സീസർ മഹാനാണ്, അയാൾക്ക് രാജാവ് എന്ന ഒരു പദവിയോട് ഒട്ടും തന്നെ ഭ്രമമില്ല, കിരീടം വെക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. സീസറിന് വേണ്ടതും അതുതന്നെയായിരുന്നു. മാർക്ക് ആൻ്റണിയുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചില സെനറ്റ് അംഗങ്ങൾക്ക് സംശയം ഉണ്ടാവുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല സീസർ. സാധാരണ ജനങ്ങൾ എല്ലായ്പ്പോഴും സീസറിനെ കാണുന്നതല്ല, പക്ഷേ ഇവർ എപ്പോഴും സീസറിനെ കാണുന്നതാണ്. സീസറിന് രാജാവിൻ്റേതായിട്ടുള്ള എല്ലാ പ്രകടമായിട്ടുള്ള സ്വഭാവങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെയും നാടകമാണെന്ന് അവർക്ക് ബോധ്യമായി. ഇത്തരത്തിൽ ജനങ്ങളുടെ സ്നേഹമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് സുരക്ഷിതമായി ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ് ക്ലിയോപാട്ര. അന്നുണ്ടായിരുന്ന പരിവാരങ്ങളെല്ലാം അവളുടെ ഒപ്പം ഇത്തവണയുമുണ്ട്. ഇത്തവണ എന്തായാലും സീസറിനെ കൊണ്ട് വിൽപത്രത്തിൽ എഴുതി വെപ്പിക്കണം. അടുത്ത രാജാവ് അത് സിസേറിയൻ തന്നെ ആയിരിക്കണം. ഇതാണ് അവളുടെ ഉള്ളിലുള്ള ആഗ്രഹം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാകുമോ? അതിനു മുൻപ് സീസറിന് എന്തെങ്കിലും സംഭവിക്കുമോ? അവിടെ വലിയ രീതിയിലുള്ള ചില കോൺസ്പിറസികൾ നടക്കുന്നുണ്ട്. സീസറിനെ വിശ്വാസമില്ലാത്ത വലിയൊരു കൂട്ടം സെനറ്റ് അംഗങ്ങളുണ്ട്. അവർക്ക് സീസറിനെ ശരിക്കും പറഞ്ഞാൽ ഭയമാണ്. സെനറ്റ് അംഗങ്ങളെ പൂർണ്ണമായിട്ടും പിരിച്ചു വിടുമോ എന്നുള്ള ഭയം. അത് ഒഴിവാകണമെങ്കിൽ
സീസറിനെ കൊല്ലണം. അവർ ഗൂഢാലോചനയിൽ ഏർപ്പെടാൻ തുടങ്ങി. അതിന് വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം. സീസറിന് ഒരു രീതിയിലുള്ള സംശയവുമില്ലാത്ത ഒരു വ്യക്തി. ആരെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക? ഏറ്റവും ഉചിതനായിട്ടുള്ള വ്യക്തി സീസറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ, സീസറിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്ന ബ്രൂട്ടസ് തന്നെയാണ്. അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബ്രൂട്ടസിന് സീസറിനെ അത്രയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് ബ്രൂട്ടസ് ഇതിന് തയ്യാറാകുന്നുണ്ട്. അടുത്ത ഭരണം ബ്രൂട്ടസിന് നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. സീസറിനെ കൊല്ലാനായിട്ട് അവർ ഒരു ഉത്സവ ദിവസം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. 44 BC മാർച്ച് 15. ആ ദിവസത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യം തന്നെ ഉണ്ട്. ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്നതിൽ ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്ന കാര്യങ്ങളല്ല. എങ്കിൽ പോലും ഞാൻ ആ കാര്യങ്ങൾ കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസം എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എങ്കിൽ പോലും ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് മാത്രം ഞാനിതിവിടെ അവതരിപ്പിക്കുകയാണ്. മാർച്ച് 15 BC 44. മാർച്ച് 15 വളരെ പ്രാധാന്യമുണ്ട്. ആ ദിവസം വലിയൊരു അപകടം സംഭവിക്കാൻ പോവുകയാണെന്നുള്ള ഒരു സൂചന ആ കാലഘട്ടത്തിൽ റോമിലുണ്ടായിരുന്ന ഒരു അസ്ട്രോളജർ വഴി സീസർ അറിയുന്നുണ്ട്. സീസറിനെ അത് അറിയിക്കുന്നുണ്ട്. കൽപൂർണിയയും ഇത് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൽപൂർണിയ മാർച്ച് 15 ആഘോഷങ്ങൾ സീസർ പങ്കെടുക്കണ്ട എന്ന് തന്നെ സീസറിനോട് പറയുന്നുണ്ട്. പക്ഷേ സീസർ ഇത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കൊട്ടാരത്തിൽ നിന്നും സെനറ്റിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് തടസ്സങ്ങൾ അയാൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതെല്ലാം ഓരോ സൂചനകളാണെന്നാണ് ഈ ചരിത്രകാരന്മാർ പറയുന്നത്. വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ. അവർ സെനറ്റിലെത്തി സെനറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഒപ്പം മാർക്ക് ആൻ്റണി ഉണ്ട്. സാധാരണഗതിയിൽ മാർക്ക് ആൻ്റണിയോട് ചേർന്ന് തന്നെ അവിടെ ബ്രൂട്ടസും ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ബ്രൂട്ടസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ മാർക്ക് ആൻ്റണിക്ക് സെനറ്റ് ഹാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നില്ല. ആരൊക്കെയോ അയാളെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. സീസർ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ട് നടന്നു പോവുകയാണ്. ഒടുവിൽ നടന്ന് സെനറ്റ് ഹാളിൽ എത്തുന്നുണ്ട്. അവിടെ സീസറിനെയും കാത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ഒരു അപേക്ഷയാണ് സീസറിനോട് പറയാനുണ്ടായിരുന്നത്. ആ അപേക്ഷ ഒരു കത്തിൻ്റെ രൂപത്തിലാക്കി സീസറിൻ്റെ അരികിലേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം ആ കത്ത് സീസറിന് കൈമാറുന്നുണ്ട്. കൈമാറി കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ സീസറിൻ്റെ വസ്ത്രത്തിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചു വലിക്കുന്നുണ്ട്. അതൊരു സിഗ്നലാണ്. സീസറിനെ ഇപ്പോൾ ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സിഗ്നൽ. ആ സിഗ്നൽ കിട്ടിയ ഉടൻ തന്നെ ആദ്യം ആക്രമിക്കാനായിട്ട് വരുന്നത് സിസീറോ എന്ന സെനറ്റ് തന്നെയാണ്. അയാൾ കത്തി ഉപയോഗിച്ച് സീസറിനെ കുത്തി വീഴ്ത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ മുൻകൂട്ടി കണ്ട സീസർ അത് തടയുന്നുണ്ട്. അത് തടഞ്ഞ് അയാളെ തള്ളി താഴെ ഇട്ടതിന് ശേഷം അയാൾ നേരെ നിവർന്നു നിൽക്കുമ്പോൾ മുൻപിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അയാൾക്ക് കാണാൻ സാധ്യമായത്. കുറേയധികം സെനറ്റ് അംഗങ്ങൾ, അവരെല്ലാം തന്നെയും സീസറിൻ്റെ നേർക്ക് നിൽക്കുകയാണ്. അവരുടെ എല്ലാം കയ്യിൽ ആയുധങ്ങളുണ്ട്. സീസറിനെ വകവരുത്താനുള്ള ആയുധങ്ങൾ. ആ ആയുധം കൊണ്ട് ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അവിടെ നടന്നത്. അതിനെ അതിജീവിക്കാൻ സീസറിന് സാധിക്കുമായിരുന്നില്ല. സിനിമാ കഥകളൊക്കെ ആയിരുന്നെങ്കിൽ നായകന് ഇവരെ എല്ലാം തല്ലി നിരത്തിടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് ജീവിതമാണ്, പച്ചയായ ജീവിതമാണ്. അത്തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള ശക്തികൾ പ്രകടിപ്പിക്കാനൊന്നും സീസറിന് സാധ്യമാകുന്നില്ല. 22 കുത്തുകളേറ്റ് മരണത്തിലേക്ക് വഴുതി വീഴാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് 23ാമത്തെ ഒരു കുത്തുകൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ കുത്ത് ശരിക്കും അയാൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അത് അയാളുടെ ഏഞ്ചലായ, അയാളുടെ മാലാഖയായ ബ്രൂട്ടസിൻ്റെ കഠാര കൊണ്ടായിരുന്നു. 23ാമത്തെ കുത്ത്, അവസാനത്തെ കുത്ത്. ഇവിടെയാണ് വളരെയധികം വിഖ്യാതമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടാകുന്നത്. സീസർ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. യു ടു ബ്രൂട്ടസ് എന്ന ഡയലോഗ്. അത് അങ്ങനെ സീസർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സീസറിൻ്റെ ഉള്ളിൽ അങ്ങനൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നിട്ടുണ്ടായിരിക്കും. ആര് കുത്തിയാലും ബ്രൂട്ടസിൻ്റെ കത്തിയിൽ നിന്നൊരു കുത്ത് സീസറിന് കിട്ടുമെന്ന് അയാൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരിൽ, ജനറൽമാരിൽ ഒരാളായ സീസർ ജീവനറ്റ് നിലത്ത് വീണു. അതിനുശേഷം ബ്രൂട്ടസ് വലിയൊരു പ്രസംഗം തന്നെ നടത്തുന്നുണ്ട്.
സീസറിനെ സെനറ്റിലുള്ള അംഗങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആരാധനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രകാരം സെനറ്റ് അംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ കൊന്നുവെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ല, അവർ ഇവരെ എല്ലാവരെയും വകവരുത്തുന്നതാണ്. ആ ഒരു ഭയമുള്ളതുകൊണ്ട് തന്നെ ബ്രൂട്ടസ് ജനങ്ങളെല്ലാം നിൽക്കുന്ന ആ വേദിയിൽ വെച്ച് ഒരു വലിയ പ്രസംഗം നടത്തുന്നുണ്ട്. ഈ കൊന്നിരിക്കുന്നത് സീസറിനെയാണ്, പക്ഷേ ഞങ്ങൾ ഈ കൊന്നിരിക്കുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്തെ ഒരു ഏകാധിപതിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, മറ്റൊരു ഈജിപ്റ്റാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഇവിടെ നടപ്പിലാക്കിയത്. അങ്ങനെ വളരെയധികം നേരം നീണ്ടു നിന്ന ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗമാണ് അവിടെ ജനങ്ങൾ കേട്ടറിഞ്ഞത്. എല്ലാവർക്കും ആ ഒരു സമയത്ത് സീസറിനോട് ശരിക്കും വെറുപ്പും ഈ കൊന്നവരോട് ഒരു ആരാധനയുമാണ് ഉണ്ടായത്. എന്നാൽ അതിന് മാറ്റം വരാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. ആ വേദിയിലേക്ക് മാർക്ക് ആൻ്റണി എത്തിച്ചേരുന്നുണ്ട്. പിന്നീട് ജനം കണ്ടത് മാർക്ക് ആൻ്റണിയുടെ ഒരു ഗംഭീര പ്രസംഗമാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസംഗം. അതിലയാൾ പറയുന്നത്, ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ശവശരീരം ഭംഗിയായിട്ട് അടക്കം ചെയ്യാൻ വേണ്ടിയാണ്, സീസറിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷേ അയാൾ പറയുന്നത് മുഴുവനും സീസറിനെക്കുറിച്ചാണ്, സീസറിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ചതിയെക്കുറിച്ചാണ്. ആ 23 കുത്തുകൾ അയാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചും അയാൾ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ഒളിഞ്ഞിരുന്ന ചതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു യുദ്ധത്തിലൂടെ കൊന്നതല്ല, ഇത് ചതിയിലൂടെ കൊന്നതാണ്. കൊന്നത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു മഹാനായ രാജാവിനെയാണ്. അവിടെ നിന്ന് ജനങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് വലിയ രീതിയിലുള്ള വൈരാഗ്യമാണ് ബ്രൂട്ടസിനോടും മറ്റ് സെനറ്റ് അംഗങ്ങളോടും തോന്നിയത്. അവർ വെറുതെ ഇരുന്നില്ല, അവർ ആക്രമിച്ചു, അവരെയെല്ലാം വകവരുത്തുകയും ചെയ്തു. ഈ സമയത്ത് കുറച്ചധികം മാറി മറ്റൊരു സ്ഥലത്ത് ക്ലിയോപാട്ര തൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് തൻ്റെ പ്രിയപ്പെട്ട അഡ്വൈസർ ഓടി ഒരു ഭയത്തോടു കൂടി വരികയാണ്. നമ്മൾ ഈ ഒരു സീരീസിൻ്റെ ആദ്യ ഭാഗത്ത് അഡ്വൈസറിൻ്റെ ഇത്തരത്തിലുള്ളൊരു വരവിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അന്നും അഡ്വൈസറിന് പറയാനുണ്ടായിരുന്നത് ഒരു രാജാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്, ടോളമി 12ാമൻ്റെ മരണത്തെക്കുറിച്ച്. ഇപ്പോൾ ഓടി വരുന്ന അതേ അഡ്വൈസറിനും പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഒരു ദാരുണമായ കൊലപാതകത്തെക്കുറിച്ചാണ്, ഒരു രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ്, സീസറിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ക്ലിയോപാട്ര ഞെട്ടലോടുകൂടി തന്നെയാണ് അത് കേട്ടറിഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം സീസർ എന്ന് പറയുന്നത് അമാനുഷികനാണ്. അവളെ അമാനുഷികയാക്കി മാറ്റാൻ സാധിക്കുന്ന അത്രത്തോളം ശക്തനായ ഒരു വ്യക്തിയാണ്. അതൊരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതെ ആയിരിക്കുകയാണ്. അവൾ അതിശക്തിയായിട്ടുള്ളൊരു യുവതിയായിരുന്നു. എന്നാൽ ഈ ഒരു സെക്കൻഡിൽ അവൾ കുറേ കൂടെ ദുർബലയായിട്ടുള്ള ഒരു യുവതിയായിട്ട് മാറിയിരിക്കുകയാണ്. അവൾ കുറേയധികം നേരം കരയുകയുണ്ടായി. അഡ്വൈസറിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു അഡ്വൈസ് വരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല, സീസർ മരിച്ചിരിക്കുകയാണ്, സീസറിനെ കൊന്നവർ തീർച്ചയായിട്ടും സീസറിൻ്റെ മകനെ അന്വേഷിച്ച് വരാതിരിക്കുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പലായനം ചെയ്ത് നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ക്ലിയോപാട്ര അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ക്ലിയോപാട്രയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നത് സിസേറിയനെക്കുറിച്ചുള്ള ചിന്തയാണ്. സിസേറിയൻ അടുത്ത രാജാവായി മാറുന്ന ഒരു സ്വപ്നമാണ് അവളുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വൈസറിനോട് പറഞ്ഞു, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നമ്മളിവിടെ തുടരുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിൽപത്രം വായിക്കുന്നതാണ്. ആ വിൽപത്രത്തിൽ തീർച്ചയായിട്ടും സിസേറിയനെക്കുറിച്ച് പരാമർശിക്കുന്നതായിരിക്കും. അടുത്ത രാജാവ് സിസേറിയൻ ആയിരിക്കും. പിന്നീടുള്ള ഒരാഴ്ച കൊണ്ട് സീസറിൻ്റെ അന്ത്യകർമ്മങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടപ്പിലാകുന്നുണ്ട്. അതിനുശേഷമാണ് വിൽപത്രം വായിക്കുന്നത്. വിൽപത്രം വായിക്കുന്നത് സെനറ്റ് ഹാളിൽ വെച്ചായിരുന്നു. അവിടേക്ക് ക്ലിയോപാട്രയ്ക്ക് പ്രവേശനമില്ല. പക്ഷേ അവൾ വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെ തൻ്റെ അറയിൽ കാത്തിരിക്കുകയാണ് ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി. അധികം വൈകിയില്ല, അവളുടെ അഡ്വൈസർ ആ ഒരു അറയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാർക്ക് ആൻ്റണി എത്തിച്ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നിങ്ങളെ ഒന്ന് കാണണം. അപ്പോഴും അവളുടെ മനസ്സിൽ സിസേറിയൻ രാജാവാകുന്ന ചിന്തകൾ തന്നെയാണ്. പക്ഷേ മാർക്ക് ആൻ്റണി എന്തിനാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? മാർക്ക് ആൻ്റണി രാജാവാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. സീസറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുയായി തന്നെയാണ്. അതിനുപരി സീസറിന് മകന് തുല്യമാണ് മാർക്ക് ആൻ്റണി. ഇനിയിപ്പോൾ സിസേറിയനെ രാജാവാക്കാതെ
മാർക്ക് ആൻ്റണിയെ രാജാവാക്കിയിട്ടുണ്ടാകുമോ? ഇത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് അവൾ മാർക്ക് ആൻ്റണി ഇരിക്കുന്ന ആ ഒരു കോറിഡോറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മാർക്ക് ആൻ്റണി വലിയ വിഷമത്തിൽ തന്നെയാണ്. വിഷമത്തിനുള്ള കാരണം അവൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരു പേരാണ്, ഇതുവരെ ചിത്രത്തിൽ ഉണ്ടായിരുന്നിട്ടില്ലാത്ത ഒരു പേര്, ഒക്ടേവിയൻ. അടുത്ത രാജാവ് ഒക്ടേവിയനാണ്. വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്ടേവിയൻ്റെ പേരാണ്. ക്ലിയോപാട്ര സംശയത്തോടു കൂടി ചോദിച്ചു, ആരാണ് അയാൾ? അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് സീസറിൻ്റെ മരുമകനാണ്, അല്ലെങ്കിൽ അനന്തരവനാണ്. അനന്തരവൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അയാൾ മരണമടഞ്ഞിരിക്കുന്നത്. മാർക്ക് ആൻ്റണിക്കും വലിയ നിരാശയായിരുന്നു. കാരണം അയാൾക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അയാളെ രാജാവാക്കുമെന്ന്. ഇനിയിപ്പോൾ സിസേറിയനെ ആക്കിയാൽ പോലും മാർക്ക് ആൻ്റണിക്ക് ദുഃഖമൊന്നുമില്ല. കാരണം ക്ലിയോപാട്രയോട് വലിയ രീതിയിലുള്ള അടുപ്പം മാർക്ക് ആൻ്റണിക്ക് ഉണ്ടായിരുന്നു. സീസറിനും ക്ലിയോപാട്രയെ ഇഷ്ടമായിരുന്നു. സീസറിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന മാർക്ക് ആൻ്റണിക്കും അതുകൊണ്ട് ആ സ്നേഹമുണ്ടായിരുന്നു. രണ്ടുപേരും കുറേ അധികം നേരം സംസാരിക്കുകയുണ്ടായി. പക്ഷേ ക്ലിയോപാട്രയുടെ സംസാരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിവിൽ വാർ തുടങ്ങുക എന്നതാണ് അവളുടെ ഉള്ളിലുള്ളത്. അത് നേരിട്ട് മാർക്ക് ആൻ്റണിയോട് അവൾ പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ രാജ്യാധികാരം ശരിക്കും അർഹതപ്പെട്ടത് ഒക്ടേവിയൻ അല്ല, അത് മാർക്ക് ആൻ്റണിക്കാണ്. മാർക്ക് ആൻ്റണി അത് വെറുതെ വിടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചോദ്യം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു തീപ്പൊരി മാർക്ക് ആൻ്റണിയുടെ നെഞ്ചിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് ക്ലിയോപാട്ര തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. അവളുടെ ആ ഒരു നീക്കം കൃത്യമായിരുന്നു. അവിടെ ഒരു ആഭ്യന്തര യുദ്ധം തന്നെ പിന്നീട് ആരംഭിക്കുകയാണ് ഉണ്ടായത്. 3 സഖ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ യുദ്ധത്തിൽ. ഒന്ന് ലെപ്പിഡസിൻ്റെ വിഭാഗമാണ് ശരിക്കും സീസറിനെ വകവരുത്തിയത്. മറ്റൊരാൾ ഒക്ടേവിയനാണ്, സീസറിൻ്റെ വിൽപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന പേര്. മൂന്നാമത്തെ ആൾ മാർക്ക് ആൻ്റണിയാണ്. 3 പേരും ഭരണം നേടിയെടുക്കാൻ വേണ്ടിയുള്ള യുദ്ധം അവിടെ ആരംഭിക്കുകയാണ്. ക്ലിയോപാട്ര മടങ്ങി അലക്സാൻഡ്രിയയിൽ എത്തിച്ചേരുമ്പോൾ വലിയൊരു വാർത്ത തന്നെയാണ് അവൾക്ക് കേൾക്കേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള വരൾച്ച അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള കൃഷിനാശം സംഭവിക്കുന്നുണ്ട്. ആളുകൾ പട്ടിണിയിലാണ്. അവരുടെ ഖജനാവിൽ കാര്യമായിട്ട് പണമൊന്നും അവശേഷിക്കുന്നുമില്ല. ചാരന്മാർ വഴി മറ്റൊരു വാർത്ത കൂടി അവൾ അറിയുകയുണ്ടായി. അവളുടെ സഹോദരിയായ ആർസ്നോയി രക്ഷപ്പെട്ടിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. സൈപ്രസിലെ ഗവർണറാണ് അവരെ രക്ഷപ്പെടുത്തിയത്. സീസറിൻ്റെ മരണത്തോടു കൂടി തന്നെ സീസർ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ആ തടവ് പുള്ളികളെ അവിടെ അപ്രകാരം തുടർന്ന് വിടേണ്ട ആവശ്യമില്ല. കൂടാതെ ആർസ്നോയ്ക്ക് ഗവർണറുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ അവൾ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. എല്ലാ രീതിയിലും വലിയ തിരിച്ചടി തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് നേരിടേണ്ടി വന്നത്. അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ മരണമടഞ്ഞിരിക്കുന്നു. അവളെ ഏറ്റവും ശക്തയാക്കിയിരുന്ന ആ ഒരു ലിങ്ക് നഷ്ടമായിരിക്കുന്നു. സിസേറിയൻ്റെ പേര് വിൽപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ സ്വന്തം രാജ്യമായ ഈജിപ്റ്റ് അത് വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത കൂടി ചാരന്മാർ വഴി ഇവൾ അറിയുന്നുണ്ട്. ടോളമി 14 അതായത് അവളുടെ ഇപ്പോഴത്തെ ഭർത്താവ്, ഏറ്റവും ഇളയ അനിയൻ, വലിയ പ്രായമൊന്നും ആ കുട്ടിക്കില്ല. ആ കുട്ടി അല്ലെങ്കിൽ ടോളമി 14 എന്ന് പറയുന്ന ആ രാജാവ് ആർസ്നോയുമായിട്ട് ചേർന്ന് ഒരു അലയൻസ് ഉണ്ടാക്കിയാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്ലിയോപാട്രയെ കൊല്ലുക, ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് രാജ്യം ഭരിക്കുക എന്നതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല. കാരണം ഈ വാർത്ത ക്ലിയോപാട്ര അറിഞ്ഞ് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ ടോളമി മരണമടയുകയാണ് ഉണ്ടായത്. എന്തോ അസുഖം ബാധിച്ച് കുറച്ച് നാൾ കിടന്നു, അതിനുശേഷം മരണപ്പെടുകയായിരുന്നു. ശരിക്കും അതിൻ്റെ പിന്നിൽ ക്ലിയോപാട്രയുടെ കരങ്ങളുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് സംശയിക്കണം. ചരിത്രത്തിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു മരണം ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു കൊച്ചുകുട്ടിക്ക് സംഭവിക്കണമെങ്കിൽ അതിൽ ക്ലിയോപാട്രയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ കൊന്നില്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് അവൾക്ക് വ്യക്തവുമായിരുന്നു. ടോളമി 14 മരണമടഞ്ഞതിന് ശേഷം കോറീജൻ്റായിട്ട് മറ്റൊരാളെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് മറ്റാരുമല്ല, സിസേറിയൻ തന്നെയാണ്. കാരണം ഈജിപ്തിൻ്റെ ആചാരങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് അവിടെ ഭരിക്കാൻ സാധിക്കുന്നതല്ല. ഒരാളായിട്ട് ഭരിച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് 2 പേർ, ഒരു ആണും ഒരു പെണ്ണും ഭരിക്കണം. അല്ലെങ്കിൽ കോറീജൻ്റായിട്ട് തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുമാണ്. അങ്ങനെയാണ് സിസേറിയനെ അല്ലെങ്കിൽ ടോളമി 15
ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് 3 വർഷങ്ങൾ കടന്നുപോയി. ഈജിപ്തിന് ഈ കാലയളവിൽ വലിയ രീതിയിലുള്ള ഒരു ദാരിദ്ര്യം തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. ആ സമയത്ത് റോമിലും സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല നടന്നത്. അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു. ആ യുദ്ധത്തിന് ഒരു സന്ധി സംഭാഷണമായിട്ട് സെനറ്റ് ഇടപെടുന്നുണ്ട്. അങ്ങനെ സെനറ്റ് ഇടപെട്ട് ആ രാജ്യത്തെ 3ആയിട്ട് പകുത്തു കൊടുക്കുകയാണ് ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 പേർക്ക് വേണ്ടി. ഒരു കൂട്ടർ സീസറിനെ വകവരുത്തിയ കൂട്ടരാണ്. ആ കൂട്ടർക്ക് രാജ്യത്തിൻ്റെ ഒരു ഭാഗവും ധനവും അതുപോലെ തന്നെ സൈന്യവും ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു കൂട്ടർ ഒക്ടേവിയൻ്റെ വിഭാഗമാണ്. 3ാമത്തെ കൂട്ടർ അത് മാർക്ക് ആൻ്റണിയുടെ വിഭാഗമാണ്. മാർക്ക് ആൻ്റണിക്ക് കിട്ടുന്നത് ദക്ഷിണ ഭാഗത്തുള്ള റോമാണ്. ആ പ്രദേശത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഈജിപ്തും വരുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പണത്തിൻ്റെ ആവശ്യം ഇവിടെ മാർക്ക് ആൻ്റണിക്ക് ഉണ്ടാകുന്നുണ്ട്. മാർക്ക് ആൻ്റണി ആ കാര്യം അറിയിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് ഒരു കത്ത് അയക്കുന്നുമുണ്ട്. പക്ഷേ അതിന് ക്ലിയോപാട്ര മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കാരണം അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈജിപ്റ്റ് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കൂടുതൽ കരം മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതുമാത്രമായിരുന്നില്ല മാർക്ക് ആൻ്റണിയുടെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഈ സമൻസ് അയച്ചു കൊടുക്കുന്നത് മാർക്ക് ആൻ്റണി മാത്രമല്ല, ഒക്ടേവിയനും കൂടെ ചേർന്നിട്ടാണ്. 2 പേരും കൂടെ തീരുമാനമെടുത്തിട്ടാണ്. കാരണം അവർക്ക് ഒരു രഹസ്യ വിവരം ലഭ്യമാവുകയുണ്ടായി. ഇവർ 2 പേരെയും പുറത്താക്കിയിട്ട് സീസറിനെ കൊന്ന ആ വിഭാഗത്തിന് രാജ്യം സ്വന്തമാക്കണമെന്നുണ്ട്. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് ഈജിപ്തിൽ നിന്നുള്ള ഒരു കൂട്ടരാണ്. ഈജിപ്തിൽ നിന്ന് ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈജിപ്തിൻ്റെ ഫറവോ തന്നെ ആയിരിക്കും. അവർ ക്ലിയോപാട്രയെ സംശയിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. അത്തരത്തിൽ നിരവധി സമൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്ലിയോപാട്ര ഒന്നിനും തന്നെ മറുപടി കൊടുക്കുന്നില്ല. ഇനിയും മാർക്ക് ആൻ്റണിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അവരൊരു പടയെ നയിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് എത്തിച്ചേരും, നമ്മളെ കീഴടക്കുമെന്നുള്ള ഒരു ഉപദേശം അഡ്വൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി ലഭ്യമായിട്ടുള്ള സമൻസിന് മറുപടി കൊടുക്കാൻ തന്നെ ക്ലിയോപാട്ര തീരുമാനിക്കുകയാണ്. ആ സമൻസിൽ ഉണ്ടായിരുന്നത് ടർസ്യൂസിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടാം എന്നുള്ള ഒരു കാര്യമാണ്. ടർസ്യൂസ് എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് തന്നെ കാണാമെന്ന് ക്ലിയോപാട്ര മറുപടിയായിട്ട് പറയുകയും അവിടേക്ക് യാത്ര പുറപ്പെടുന്നുമുണ്ട്. മാർക്ക് ആൻ്റണി ആ സമയമായപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലിയോപാട്രയും കാത്ത് അയാൾ ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ദേഷ്യത്തോടു കൂടി തന്നെയാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. ക്ലിയോപാട്രയെ വകവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം പോലും അയാളിലുണ്ട്. ക്ലിയോപാട്ര വലിയൊരു ചതി തന്നെയാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യണം. കൂടാതെ കുറേ നാളുകളായിട്ട് കപ്പം ലഭ്യമായിട്ടുമില്ല, അത് നേടിയെടുക്കണം. ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് അയാൾ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു സൈനികൻ അയാളുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. സൈട്രസ് നദിയുടെ തീരത്ത് വലിയൊരു ആൾക്കൂട്ടം തന്നെ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സൈട്രസ് നദിയിലൂടെ മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് കടന്നു വരികയാണ്. അതിമനോഹരമാണ്. ആ ഭാഗത്തുള്ള ഒരു മനുഷ്യരും അത്രയധികം മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാർക്ക് ആൻ്റണി പെട്ടെന്ന് തന്നെ ആ നദിയുടെ തീരത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് അതിമനോഹരമായിട്ടുള്ള ബോട്ട് അയാൾക്ക് കാണാൻ സാധിക്കുന്നു. ആ ബോട്ടിൻ്റെ മധ്യഭാഗത്ത് തന്നെ അതിസുന്ദരിയായിട്ടുള്ള വീനസ് എന്ന ദേവതയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഫറവോ ആണ്. ഈജിപ്തിൻ്റെ ഫറവോ ആണ്, ക്ലിയോപാട്രയാണ്. ക്ലിയോപാട്രയെ ആ ഒരു കാഴ്ചയിൽ തന്നെ മാർക്ക് ആൻ്റണിക്ക് ബോധിക്കുന്നുണ്ട്. മാർക്ക് ആൻ്റണിക്ക് നേരത്തെ തന്നെ ക്ലിയോപാട്രയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നതാണ്. കാരണം അത്രയധികം സുന്ദരിയാണ്. അതിനുപരിയായിട്ട് അത്രയധികം മികച്ച വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. ഈ കാഴ്ചയിൽ മാർക്ക് ആൻ്റണിയുടെ ദേഷ്യമെല്ലാം ഒലിച്ചു ഇല്ലാതെയാവുകയാണ്. അവൾക്കൊരു ഡിന്നർ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം അയാൾ ഉണ്ടാവുകയാണ്. അതനുസരിച്ച് അയാൾ ക്ലിയോപാട്രയെ ആ ദിവസം രാത്രിയിൽ തൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ഇവർ 2 പേരും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും 2 സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ 2 കൊട്ടാര ഭാഗങ്ങളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത്. താൻ താമസിക്കുന്ന അറയിലേക്ക് എത്തിച്ചേരുക, ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു അറിയിപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ലിയോപാട്ര അത് അംഗീകരിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. മറുപടിയായിട്ട് അവൾ അയച്ചു കൊടുക്കുന്നത്, എൻ്റെ അറയിലേക്ക് വരിക, ഇവിടെ താങ്കൾക്ക് വേണ്ടി ഒരു ഡിന്നർ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ്. ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ മാർക്ക് ആൻ്റണി അവളുടെ അറയിലേക്ക് എത്തിച്ചേരുകയാണ്. ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്നത് അത് ഗംഭീരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണെന്നാണ്.
ആ അറ പൂർണ്ണമായിട്ടും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. 100 കണക്കിന് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മനോഹരമായിരുന്നു ആ അറ. അവൾ അതിലും മനോഹരമായിട്ട് തന്നെ മാർക്ക് ആൻ്റണിയുടെ മുൻപിൽ കാണപ്പെട്ടു. അവർ തമ്മിൽ സംഭാഷണങ്ങൾ നടക്കുകയാണ്. രസകരമായിട്ടുള്ള സംഭാഷണങ്ങൾ തന്നെയാണ്. സീസറിനെ പോലെ അത്രയധികം അറിവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല മാർക്ക് ആൻ്റണി. അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങൾ സീസറിൻ്റെ അത്രയും കേമനൊന്നുമല്ല മാർക്ക് ആൻ്റണി. പക്ഷേ ക്ലിയോപാട്ര അവൾ കുറേ കൂടി മിടുക്കിയായി മാറിയിരിക്കുകയാണ്. കുറേ കൂടെ മെച്യൂറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ മനോഹരമായിട്ട് തന്നെ സംസാരിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. ആ സംസാരങ്ങൾ വീണു പോവുകയാണ് മാർക്ക് ആൻ്റണി. അവരവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കിടക്കയിൽ തന്നെ അവർ ശയിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് അയാൾ ആ കാര്യം പറയുന്നത്. ഞങ്ങൾക്ക് വലിയൊരു സംശയം തന്നെ ക്ലിയോപാട്രയുടെ മേലുണ്ട്. കാരണം ഈജിപ്തിൽ നിന്നും വലിയൊരു സഹായം എതിർചേരിക്ക് ലഭ്യമാകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും, ഒക്ടേവിയനെയും മാർക്ക് ആൻ്റണിയെയും ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ക്ലിയോപാട്രയാണ് അതിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ക്ലിയോപാട്ര അല്ലായിരുന്നു ശരിക്കും അങ്ങനൊരു റോള് ചെയ്തിരുന്നത്. പക്ഷേ ആരാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ ക്ലിയോപാട്രയ്ക്കും സാധിക്കുമായിരുന്നില്ല. അവൾക്കിതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരു നല്ല അവസരമാണെന്ന് ക്ലിയോപാട്രയ്ക്ക് വ്യക്തമായി. അവൾ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല, ആർസിനോയിയാണ്. ആർസിനോയി ആ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് സിപ്രസിലെ ഗവർണറുമായിട്ട് വലിയൊരു ധാരണയുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, അല്ലാതെ ഈജിപ്തിൽ നിന്നുള്ള ഒരു ഫറവോ അല്ല. ആർസിനോയിയെ കൊല്ലുക എന്നത് ക്ലിയോപാട്രയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യം ഇങ്ങനെ അങ്ങ് നടക്കട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് ഇത് അവൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ ക്ലിയോപാട്രയ്ക്ക് അറിയുകയില്ലായിരുന്നു അത്തരത്തിലുള്ള ഒരു സഹായം എത്തിച്ചു കൊടുത്തത് ശരിക്കും ആർസിനോയി തന്നെ ആയിരുന്നു എന്ന്. ആർസിനോയുടെ ലക്ഷ്യം ആ ഒരു എതിർചേരിയുടെ ഒരു ഭാഗമായി മാറുക, അവരെ സഹായിക്കുക. റോം അവരുടെ കീഴിലായി കഴിഞ്ഞാൽ ആ റോമാ സാമ്രാജ്യത്തിൻ്റെ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലിയോപാട്രയെ കീഴ്പ്പെടുത്തുക. ഇതൊന്നും ക്ലിയോപാട്ര അറിയുന്നില്ല. അറിയാതെ തന്നെ അത് ആർസിനോയി ആണെന്ന് മാർക്ക് ആൻ്റണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ പേരിൽ തന്നെ മാർക്ക് ആൻ്റണി ആർസിനോയിയെ കൊല്ലുകയാണ്. മാർക്ക് ആൻ്റണി ശരിക്കും ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിരുന്നു. അത് മനസ്സിലാക്കിയ ക്ലിയോപാട്ര അലക്സാൻഡ്രിയയിലേക്ക് മാർക്ക് ആൻ്റണിയെ ക്ഷണിക്കുകയാണ്. റോമിൽ കാര്യങ്ങൾ സുസ്ഥിരമായിട്ടൊന്നും നടന്നു പോകുന്നില്ല. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ മാർക്ക് ആൻ്റണിക്ക് ആ ഒരു ക്ഷണം നിരസിക്കാൻ സാധ്യമായില്ല. അയാൾ അലക്സാൻഡ്രിയയിലേക്ക് അവളോടൊപ്പം തന്നെ യാത്ര പുറപ്പെടുകയാണ്. ആ യാത്ര പുറപ്പെടുമ്പോൾ അയാൾക്കറിയുകയില്ലായിരുന്നു അയാൾ ഇനി 1 വർഷക്കാലം അവിടെയാണ് ചെലവഴിക്കാൻ പോകുന്നതെന്ന്. ഈ സമയത്ത് ക്ലിയോപാട്ര വീണ്ടും ഗർഭം ധരിക്കുന്നുണ്ട്. ആദ്യം ഗർഭം ധരിച്ചത് സീസറിൽ നിന്നാണെങ്കിൽ ഇത്തവണ ഗർഭം ധരിക്കുന്നത് മാർക്ക് ആൻ്റണിയിൽ നിന്ന് തന്നെയാണ്. ആ ഗർഭധാരണ ക്ലിയോപാട്രയുടെ ഒരു വിജയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യത്തെ ശ്രമങ്ങൾ പരാജയമായിരുന്നു. സീസറിൽ നിന്ന് കുഞ്ഞുണ്ടായെങ്കിൽ പോലും സീസറിന് പെട്ടെന്ന് മരണമടയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ റോമാ സാമ്രാജ്യം എന്ന സ്വപ്നം അവിടെ അസ്തമിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വീണ്ടും അവൾക്കൊരു ഭാഗ്യം ലഭ്യമായിരിക്കുകയാണ്. നിലവിൽ റോം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരാളായ മാർക്ക് ആൻ്റണി. ആ മാർക്ക് ആൻ്റണിയിൽ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ മാർക്ക് ആൻ്റണിക്ക് അവിടെ അങ്ങ് തുടർന്ന് പോകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അയാളിലേക്ക് ഒരു വാർത്ത എത്തിച്ചേരുന്നുണ്ട്. ഒരു റൂമറാണ്. അതായത് ഒക്ടേവിയൻ ആ രാജ്യം പൂർണ്ണമായിട്ടും സ്വന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ അധികം നാളുകളായിട്ട് അവിടെ മാർക്ക് ആൻ്റണി ഇല്ല. ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. മാർക്ക് ആൻ്റണിക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി തീർക്കാൻ ഒക്ടേവിയൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ ഒരു വാർത്ത മാർക്ക് ആൻ്റണിയെ വലിയ രീതിയിൽ തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണയും ലഭ്യമാകുന്നില്ല. അപ്പോൾ ക്ലിയോപാട്രയാണ് അയാളോട് തിരികെ പോകാനും അവിടെ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും ഉപദേശിക്കുന്നത്. ക്ലിയോപാട്രയുടെ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ അയാൾ വീണ്ടും റോമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഈ സമയം ക്ലിയോപാട്ര ഗർഭിണി തന്നെയാണ്. അവൾക്ക് പ്രസവിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. റോമിൽ തിരിച്ചെത്തുന്ന മാർക്ക് ആൻ്റണിക്ക് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തന്ത്രങ്ങളൊന്നും ക്ലിയോപാട്രയോട് വെളിപ്പെടുത്തിയിരുന്നുമില്ല. അയാളുടെ തന്ത്രം ഒക്ടേവിയൻ്റെ അനിയത്തിയായ ഒക്ടേവിയയെ വിവാഹം ചെയ്യുക എന്നതാണ്. അങ്ങനെ ഒക്ടേവിയയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒക്ടേവിയന് ഒരിക്കലും മാർക്ക് ആൻ്റണിയെ കൊല്ലാൻ സാധിക്കുന്നതല്ല. അവർക്ക് രണ്ടുപേർക്കും സുരക്ഷിതമായിട്ട് തന്നെ ഒന്നിച്ച് ഭരിക്കാൻ സാധിക്കുന്നതാണ്.
ഒക്ടേവിയ തൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലയളവിൽ ഒരിക്കലും ഒരു ചതി ഒക്ടേവിയൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ അവർ വിവാഹിതരാവുകയാണ്. ഈ കാര്യങ്ങളൊന്നും മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയെ അറിയിക്കുന്നില്ല. പക്ഷേ ചാരന്മാരിലൂടെ ഇതെല്ലാം കൃത്യസമയത്ത് ക്ലിയോപാട്ര അറിയുന്നുമുണ്ടായിരുന്നു. പക്ഷേ അവൾക്കിതൊരു വിഷയമേ അല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അധികാരം അവൾക്ക് ലഭ്യമാകേണ്ടതാണ്. മാർക്ക് ആൻ്റണി ഇനി വേറൊരാളെ വിവാഹം ചെയ്താലും അത് അവൾക്കൊരു വിഷയമാകുന്നില്ല. അവളെ അംഗീകരിച്ചാൽ മാത്രം മതി. അവൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അംഗീകരിച്ചാൽ മാത്രം മതി. പക്ഷേ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം മാർക്ക് ആൻ്റണി ഒരു തവണ പോലും ക്ലിയോപാട്രയ്ക്ക് കത്തുകൾ അയക്കുന്നില്ല. മുൻപ് സീസർ ഇപ്രകാരം പോയ സമയത്ത് അയാൾ എല്ലായ്പ്പോഴും കത്തുകൾ അയക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ആശയങ്ങൾ പങ്കിടുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കവും മാർക്ക് ആൻ്റണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ക്ലിയോപാട്ര നിരന്തരമായിട്ട് ആദ്യം കത്തുകൾ അയക്കുന്നുണ്ട്. അതിന് മറുപടി കിട്ടാത്തതിനെ തുടർന്നാണ് അവൾ അത് അവസാനിപ്പിക്കുന്നത്. ഒടുവിൽ അവളുടെ പ്രസവ ദിവസം എത്തിച്ചേർന്നു. ആദ്യത്തെ പ്രസവ വേദനയേക്കാൾ കൂടുതൽ പ്രസവ വേദന ഇത്തവണ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. കാരണം ഇത്തവണ ഒരു കുഞ്ഞല്ല, 2 കുഞ്ഞുങ്ങളെയാണ് അവൾ പ്രസവിച്ചത്. അതെ, ഇരട്ടകളായിരുന്നു അവളുടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഉണ്ടായത്. മാർക്ക് ആൻ്റണിയുടെ കുഞ്ഞുങ്ങൾ, ക്ലിയോപാട്രയുടെയും കുഞ്ഞുങ്ങൾ, 2 രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെയും രാജ്ഞിയുടെയും കുഞ്ഞുങ്ങൾ, ഏറ്റവും ശക്തരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ പിറക്കുകയാണ്. പക്ഷേ ഈ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള കത്തുകളും മാർക്ക് ആൻ്റണിയിൽ നിന്നും എത്തിച്ചേരുന്നില്ല. ഇത് വലിയ രീതിയിൽ തന്നെ ക്ലിയോപാട്രയെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. തുടർന്ന് നടന്നിട്ടുള്ള 3 വർഷങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് അറിയുകയില്ല. ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കാലയളവിൽ അവിടെ മികച്ച ഒരു എഴുത്തുകാരനൊന്നും ഉണ്ടായിരുന്നില്ല, ചരിത്രകാരന്മാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈജിപ്തിലുള്ള ആരും അവിടുത്തെ ചരിത്രമൊന്നും ഈ കാലഘട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റോമിലുള്ള ആളുകൾ, അവിടെയുള്ള എഴുത്തുകാരും ചരിത്രകാരന്മാരും ഒക്കെ ക്ലിയോപാട്രയെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായത്. പക്ഷേ ഈ ഒരു 3 വർഷക്കാലം, ആ 3 വർഷക്കാലമായിട്ട് റോമും ക്ലിയോപാട്രയും തമ്മിൽ കാര്യമായിട്ട് ബന്ധങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോമിലുള്ള ആർക്കും ഈജിപ്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇതേ കാലയളവിൽ അറേബ്യൻസ് ഈജിപ്തുമായിട്ട് വ്യാപാരം നടത്തുമായിരുന്നു. അങ്ങനെ അറേബ്യയിലുള്ള ആളുകൾ, അവിടെയുള്ള എഴുത്തുകാരിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്ലിയോപാട്രയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയുകയില്ല. പക്ഷേ ആ രാജ്യം വലിയ രീതിയിൽ വികസിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം. അവിടെ വലിയ രീതിയിലുള്ള വിളവെടുപ്പ് സംഭവിക്കുന്നുണ്ട്. കൂടുതലായിട്ട് വിളവെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് ലഭ്യമാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടാക്സ് ഈടാക്കാൻ സാധിക്കുന്നതാണ്. ഈജിപ്തിലെ ആ കാലയളവിലെ നിയമങ്ങൾ അനുസരിച്ച് ഈജിപ്തിൽ നിന്ന് ലഭ്യമാകുന്ന വിളവെടുപ്പ്, ആ വിളവിൻ്റെ പകുതി അവിടുത്തെ ഫിറോയ്ക്ക് സ്വന്തമാണ്, അതായത് ക്ലിയോപാട്രയ്ക്ക് സ്വന്തമാണ്. ബാക്കി പകുതി മാത്രമാണ് ജനങ്ങൾക്ക് സ്വന്തം. അതിൽ നിന്ന് തന്നെ ഒരു ഭാഗം ടാക്സ് ആയിട്ടും ക്ലിയോപാട്രയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ക്ലിയോപാട്ര കുറേ കൂടി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ 3 വർഷക്കാലം കഴിയുന്ന സമയത്ത് മാർക്ക് ആൻ്റണിക്ക് ക്ലിയോപാട്രയുടെ ഒരു സഹായം നേടിയെടുക്കേണ്ടതായിട്ട് വന്നു. പാർത്തിയൻസ് എന്ന് പറയുന്ന ഒരു രാജവംശമുണ്ട്. ഇന്നത്തെ ഇറാൻ്റെ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ്. ആ രാജവംശം നിരന്തരമായിട്ട് റോമൻസുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും റോമൻസിന് അവരെ കീഴടക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത്തവണ പാർത്തിയൻസിനെ കീഴടക്കാമെന്ന് തന്നെ മാർക്ക് ആൻ്റണി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒക്ടേവിയൻ ഇപ്പോൾ തൻ്റെ പക്ഷമാണ്. ഒക്ടേവിയ തൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഒക്ടേവിയൻ അനുസരിക്കുമെന്നുള്ള ധാരണയാണ് മാർക്ക് ആൻ്റണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. തന്നെ സഹായിക്കണം, നിങ്ങളുടെ സൈന്യത്തെ കൂടി എൻ്റെ ഒപ്പം പറഞ്ഞു വിടണം, നമുക്ക് പാർത്തിയൻസിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് മാർക്ക് ആൻ്റണി പറയുന്നുണ്ട്. പക്ഷേ ഒക്ടേവിയനിൽ നിന്നും ഒരു ചെറിയ സഹായം മാത്രമാണ് അപ്പോൾ ലഭ്യമാകുന്നത്. ഒരു ചെറിയ സൈന്യവ്യൂഹത്തെ മാത്രം വിട്ടുകൊടുക്കാൻ തയ്യാറായി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള സഹായം കൂടി ലഭിക്കേണ്ടതാണ്. കൂടുതൽ സൈന്യത്തെ തീറ്റിപ്പോറ്റേണ്ടതാണ്. കൂടുതൽ സൈന്യത്തെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അത്തരത്തിലുള്ള സഹായമൊന്നും ഒക്ടേവിയനിൽ നിന്നും ലഭ്യമാകുന്നില്ല. ഇനിയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ക്ലിയോപാട്രയാണ്. അതുകൊണ്ട് തന്നെ 3 വർഷങ്ങൾക്ക് ശേഷം ഒരു കത്ത് ക്ലിയോപാട്രയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ക്ലിയോപാട്രയുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെക്കുറിച്ചോ അവളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള കാര്യങ്ങളൊന്നും അതിൽ പരാമർശിക്കുന്നില്ല.
ക്ലിയോപാട്രയെ ഒന്ന് നേരിട്ട് കാണണമെന്നാണ് ആ കത്തിൽ പരാമർശിച്ചിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി മാർക്ക് ആന്റണി കത്തിൽ പരാമർശിച്ചിരുന്ന സ്ഥലം ആന്റിയോക്ക് ആണ്. ഇന്നത്തെ സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് രണ്ട് കൂട്ടരും എത്തിച്ചേരുക, അവിടെ വെച്ച് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാം എന്ന് വ്യക്തമായിട്ട് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ച് ക്ലിയോപാട്ര അവിടേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. കപ്പലിലേറി അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവനും ചില ഡിമാൻഡുകൾ തന്നെയായിരുന്നു. ചാരന്മാർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവൾക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. പാർത്തിയൻസുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്, വേണ്ടത്ര സൈന്യത്തെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് ആന്റണി ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ കാണാൻ വേണ്ടിയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഒരു സഹായം നേടിയെടുക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമായിട്ട് ക്ലിയോപാട്രയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് സഹായിക്കാൻ സാധിക്കുകയില്ല, ഒരുപാട് ഡിമാൻഡുകൾ ചോദിക്കാവുന്നതാണ്. ഒരുപാട് ടെറിട്ടറികളുണ്ട്. ടോളമി രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ഈജിപ്തിൻ്റെ വലിപ്പം ഇത്രയും മാത്രം ആയിരുന്നില്ല. കുറേയധികം ഭൂഭാഗങ്ങൾ കൂടി അവർക്ക് സ്വന്തമായിരുന്നു. എന്നാൽ പലപ്പോഴായിട്ട് റോമൻ സാമ്രാജ്യത്തിന് അത് വിട്ടുകൊടുക്കേണ്ടി വന്നതാണ്. അതെല്ലാം തിരികെ ചോദിക്കണം. കൂടുതൽ സ്ഥലങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ കൃഷി ചെയ്യാനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. അങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ സൈന്യത്തെ തീറ്റിപ്പോറ്റാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ശക്തിയായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. കൂടാതെ റോം ഭരിക്കാൻ സാധ്യമാകണം തൻ്റെ മക്കളിലൂടെ. ഇതെല്ലാം ഡിമാൻഡുകളായിട്ട് ചോദിക്കാമെന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് തന്നെയാണ് അവൾ അവിടേക്ക് എത്തിച്ചേരുന്നത്. അവൾ അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ മാർക്ക് ആന്റണി എത്തിയിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. ആ കൂടിക്കാഴ്ചയുടെ തുടക്കത്തിലെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് ക്ലിയോപാട്ര പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മാർക്ക് ആന്റണിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നത് ക്ലിയോപാട്രയാണ്. അപ്പോൾ ക്ലിയോപാട്രയോട് അയാൾ പറയുന്നത് എനിക്ക് കുഞ്ഞുങ്ങളെ കാണണം, എൻ്റെ കുഞ്ഞുങ്ങളെന്നാണ്. അപ്പോൾ മാത്രമാണ് അയാൾ അറിയുന്നത് തനിക്ക് ജനിച്ചിരിക്കുന്നത് ഇരട്ട കുട്ടികളാണെന്ന്. കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണാൻ സാധിക്കുകയില്ല, കുഞ്ഞുങ്ങളെ താൻ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ക്ലിയോപാട്ര അപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞത്. മാർക്ക് ആന്റണിക്ക് അങ്ങോട്ട് ഒന്നും പറയേണ്ടി വന്നില്ല. മാർക്ക് ആന്റണിയുടെ ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താണെന്ന് ക്ലിയോപാട്ര അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. തനിക്ക് കുറേ ഡിമാൻഡുകളുണ്ട്, ആ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രം ഇതെല്ലാം സാധ്യമാക്കി തരാമെന്ന് ക്ലിയോപാട്ര പറയുന്നുമുണ്ട്. ഡിമാൻഡുകൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അയാൾ ഞെട്ടിപ്പോവുകയാണ്. ഇത്രയും വലിയ ഡിമാൻഡുകൾ പറയുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. റോം കൈവശപ്പെടുത്തിയിരിക്കുന്ന ടെറിട്ടറികൾ തിരികെ കൊടുക്കണമെന്ന് മാത്രമല്ല, തൻ്റെ മക്കളാണ് ഈ ഇരട്ട കുട്ടികളെന്ന് സെനറ്റിൻ്റെ മുൻപിൽ അവതരിപ്പിക്കണം. വിൽപത്രത്തിൽ തൻ്റെ കാലശേഷം ഈ റോമൻ സാമ്രാജ്യം ഭരിക്കാൻ പോകുന്നത് ഈ കുട്ടികളാണെന്ന് കൂടി എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് സീസറിൻ്റെ കുഞ്ഞാണ് സിസേറിയൻ എന്നുകൂടി സെനറ്റിൽ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ജനങ്ങളെയും അത് അറിയിക്കേണ്ടതാണ്. അയാൾക്ക് ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കുറച്ചധികം നാളുകൾ ആ നെഗോഷിയേഷൻ നീണ്ടു പോവുകയാണ്. അവർ അവിടെ തന്നെ താമസം ഉറപ്പിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞുപോയി. ആ 1 മാസം നീണ്ടുനിന്ന നെഗോഷിയേഷൻ ഒടുവിലാണ് അവർ ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ക്ലിയോപാട്ര പറഞ്ഞിരുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതേപടി തന്നെ അംഗീകരിക്കുന്നതാണ്. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയുമില്ല. അവളുടെ ആഗ്രഹമെല്ലാം നടക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് ക്ലിയോപാട്രയ്ക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ സാധ്യമായത്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ ഇവർ ചർച്ചയിലായിരിക്കും, നെഗോഷിയേഷൻ നടക്കുകയാണ്. പക്ഷേ അതേ ദിവസം രാത്രിയിൽ ഇവർ ഒരു കിടപ്പറയിലാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയോപാട്രയ്ക്ക് അവിടെ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യമായി. അവൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ അയാൾ നിർബന്ധിതനാവുകയായിരുന്നു. ഇതിന് ശേഷം മാത്രമാണ് ക്ലിയോപാട്ര അലക്സാൻഡ്രിയയിൽ നിന്നും തൻ്റെ ഇരട്ട കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിക്കുന്നത്. കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് ആദ്യമായിട്ട് മാർക്ക് ആന്റണി കാണുന്നത്. പിന്നീട് കുറച്ചധികം നാൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഒരു കുടുംബമായിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം അവർ സുഖകരമായിട്ട് അവിടെ കഴിഞ്ഞുപോയി. ഈജിപ്റ്റ് അപ്പോഴേക്കും കുറെ കൂടി ശക്തമായിട്ട് മാറിയിരുന്നു. കാരണം ഈ ഒരു ഉടമ്പടിയിലൂടെ വലിയൊരു ഭൂഭാഗം തന്നെ ഇവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഈജിപ്റ്റ് അതിൻ്റെ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന ചരിത്രത്തിലെ ഒരു ഘട്ടമാണിത്. ക്ലിയോപാട്രയിലൂടെ ഈജിപ്റ്റ് കൂടുതൽ ശക്തരായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് അധികം നാൾ അങ്ങനെ അവിടെ തുടർന്ന് പോകാൻ സാധിക്കുമായിരുന്നില്ല. മാർക്ക് ആന്റണിക്ക് ഒരു വലിയ യുദ്ധം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് പാർത്തിയൻസിനെതിരെ. ക്ലിയോപാട്രയ്ക്ക് തിരിച്ച് അലക്സാൻഡ്രിയയിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ
അവൾ വീണ്ടും ഗർഭം ധരിക്കുന്നുണ്ട്. മാർക്ക് ആൻ്റണിയിലൂടെ തന്നെയാണ് ഇത്തവണയും ഗർഭം ധരിച്ചിരിക്കുന്നത്. ആ ഗർഭാവസ്ഥയിലാണ് അവൾ തിരിച്ച് അലക്സാണ്ട്രിയയിലേക്ക് മടങ്ങിപ്പോകുന്നത്. പക്ഷേ പോകുന്നതിന് മുൻപ് അവൾക്ക് ഒരു കാര്യം ഉറപ്പുവരുത്താൻ സാധ്യമായി. ആവശ്യത്തിനുള്ള ധനസഹായം അത് മാർക്ക് ആൻ്റണിക്ക് ലഭ്യമാകുന്നതാണ്. ആ ധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ആ വലിയ സൈന്യത്തെ തീറ്റിപ്പോറ്റാൻ സാധിക്കുന്നതാണ്. ഒരു വലിയ സൈന്യത്തെ റിക്രൂട്ട് ചെയ്യാൻ പോലും സാധ്യമാകുന്നതാണ്. അത്തരത്തിൽ വലിയൊരു ഫിനാൻഷ്യൽ സഹായവുമായിട്ടാണ് മാർക്ക് ആൻ്റണി തിരികെ റോമിലേക്ക് പോകുന്നത്. പിന്നീട് അവിടെ വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുകയും അവിടെ നിന്നും പട നയിച്ച് നേരെ പാർത്തീൻസിലേക്ക് പോവുകയും ചെയ്തു. ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടന്നത്. ആ യുദ്ധം കുറച്ചധികം നാളുകളോളം നീണ്ടു പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ക്ലിയോപാട്ര പ്രസവിക്കുന്നുണ്ട്. അവളുടെ 4ാമത്തെ കുഞ്ഞ് ജനിക്കുകയാണ്. അങ്ങനെ ആ 4ാമത്തെ കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു അഡ്വൈസർ ഓടി അവളുടെ അടുത്തേക്ക് വരികയാണ്. ഇത്തവണയും ആ അഡ്വൈസർ വരുന്നത് ഒരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. യുദ്ധത്തിൽ പാർത്തിയൻസ് വിജയിച്ചിരിക്കുകയാണ്. മാർക്ക് ആൻ്റണിക്ക് ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ക്ലിയോപാട്രയ്ക്ക് അത് വലിയൊരു ഞെട്ടൽ തന്നെ ആയിരുന്നു. കാരണം മാർക്ക് ആൻ്റണി അവിടെ തോറ്റു എന്നത് മാത്രമല്ല, ഒക്ടേവിയൻ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക? ഒക്ടേവിയൻ്റെ ചിന്തയിൽ മാർക്ക് ആൻ്റണി അത്ര ശക്തനായിട്ടുള്ള ഒരു പോരാളിയൊന്നുമല്ല. പാർത്തിയൻസിനോട് തോറ്റുപോയ ഒരു പോരാളിയാണ്. ഒരു വലിയ പടയെ നയിച്ചുകൊണ്ടാണ് അവിടേക്ക് പോയത്. എന്നിട്ട് പോലും വിജയിക്കാൻ സാധ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മാർക്ക് ആൻ്റണിയെ അട്ടിമറിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ ഒക്ടേവിയന് സാധിച്ചാലോ? അത്തരത്തിലുള്ള ചിന്തകൾ ഒക്ടേവിയനിൽ ഉണ്ടാകുന്നതാണ്. അത് ക്ലിയോപാട്ര വലിയ രീതിയിൽ ഭയക്കുന്നുമുണ്ട്. അത് മാർക്ക് ആൻ്റണിക്ക് ഭരണം നഷ്ടപ്പെടുന്നു എന്നത് ഓർത്തുകൊണ്ട് മാത്രമല്ല, അവളുടെ മക്കൾക്ക് റോമൻ സാമ്രാജ്യം ഭരിക്കാൻ സാധിക്കാതെ പോകുമല്ലോ എന്ന ഭയത്താലാണ്. അഡ്വൈസറിന് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അവൾ അല്പം ഭയത്തോടു കൂടി തന്നെ ക്ലിയോപാട്രയോട് പറഞ്ഞു, ഉറപ്പൊന്നുമായിട്ടില്ല, പക്ഷേ ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ മാർക്ക് ആൻ്റണി കൊല്ലപ്പെട്ടിരിക്കുന്നു. ക്ലിയോപാട്ര ദേഷ്യത്തോടു കൂടി തന്നെയാണ് അതിന് പ്രതികരിച്ചത്. അത്തരത്തിലുള്ള വാർത്തയൊന്നും എനിക്ക് കേൾക്കണ്ട, 100% ഉറപ്പോടുകൂടി ആ വാർത്ത എനിക്കറിയണം. അത് എപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും? അഡ്വൈസർ ഭയത്തോടു കൂടി തന്നെ പറഞ്ഞു, അതിന് ഏതാനും ആഴ്ചകൾ കൂടി എടുക്കുന്നതാണ്. ചാരന്മാർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഈജിപ്തിൻ്റെ. പക്ഷേ അവർക്ക് വാർത്തകൾ അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. ഇപ്പോൾ ഒരു വാർത്ത ലഭ്യമായിട്ടുണ്ട്. പക്ഷേ മാർക്ക് ആൻ്റണി മരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആ ചാരന് ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റൊരു ചാരൻ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ലഭ്യമായിട്ടുണ്ടാകും. അയാൾ ഇവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ ചാരൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ക്ലിയോപാട്രയ്ക്ക് ഒരു നേരിയ ആശ്വാസമായി. മാർക്ക് ആൻ്റണി മരണമടഞ്ഞിട്ടില്ല. അയാളിപ്പോൾ സിറിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് ആൻ്റണിയെ കാണാനായിട്ട് ക്ലിയോപാട്ര അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ തകർന്നടിഞ്ഞിരിക്കുന്ന മാർക്ക് ആൻ്റണിയെയാണ് ക്ലിയോപാട്ര കാണുന്നത്. ദുഃഖം മറക്കാനായി അയാൾ എല്ലാ സമയവും മദ്യപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അയാൾക്ക് റോമൻ സാമ്രാജ്യം പോലും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഒക്ടേവിയൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അയാൾക്കറിയുകയില്ല. ഒരുപക്ഷെ ഒക്ടേവിയൻ ആ രാജ്യം പൂർണ്ണമായിട്ടും കൈക്കലാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യവുമില്ലാത്ത ഒരു ജനറലായിട്ട് അവശേഷിച്ച് പോകുന്നതാണ് മാർക്ക് ആൻ്റണി. ക്ലിയോപാട്ര അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, തിരികെ അവിടേക്ക് തന്നെ പോവുക, അവിടെ പോയി വീണ്ടും റോമൻ സാമ്രാജ്യത്തിൻ്റെ തലവനായിട്ട് മാറുക. പക്ഷേ പെട്ടെന്ന് അവിടേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ധൈര്യം മാർക്ക് ആൻ്റണിക്ക് ശരിക്കും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് ഓർക്കുമ്പോൾ തന്നെ അയാളുടെ തല നന്നായി പെരുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ കൂടി അവിടെ തങ്ങാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അവിടെ കുറച്ച് നാൾ താമസിച്ചു എന്ന് മാത്രമല്ല, അയാൾ ക്ലിയോപാട്രയെ വിവാഹം ചെയ്യുന്നുമുണ്ട്. ഇത് പക്ഷേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം റോമിൽ ഒരാൾക്ക് 2 വിവാഹം ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഓൾറെഡി അയാൾക്ക് ഒക്ടേവിയ എന്ന ഒരു ഭാര്യയുണ്ട്. അത് വേറെ ആരുമല്ല, ഒക്ടേവിയൻ്റെ അനിയത്തി കൂടിയാണ്. ആ അനിയത്തിയെ വിവാഹം ചെയ്തിരിക്കുന്ന മറ്റൊരു രാജാവായ മാർക്ക് ആൻ്റണി ഈജിപ്തിലെ ഫറോയെ വിവാഹം ചെയ്തിരിക്കുന്നു ക്ലിയോപാട്ര. അത് എന്തുമാത്രം പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക? അത്തരത്തിലുള്ള വിവാഹത്തിന് മുതിർന്നത് എന്തുകൊണ്ടായിരിക്കാം? ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി
അവസാന ഭാഗത്ത് മനസ്സിലാക്കാം. ഈ വീഡിയോയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അവസാന ഭാഗത്ത് ക്ലിയോപാട്രയ്ക്കും മാർക്ക് ആൻ്റണിക്കും ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം.